വണ്ടിക്ക് നൈസായിട്ട് പങ്ക്ചർ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ ഗറിലയിൽ ECU കോട്ടിംഗ് തരുന്നില്ല, അതുകൊണ്ട് തന്നെ ECU. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു റൈഡർ ഗേൾ. ഇന്നൊരു പ്രോപ്പർ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമുക്ക് ബൈക്കിൽ റൈഡ് ചെയ്യുമ്പോൾ തന്നെ ഇൻട്രോ എടുക്കാം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഹിമാലയൻ്റെ 10,000 കിലോമീറ്റേഴ്സിൻ്റെ സർവീസ്, അതായത് തേർഡ് സർവീസ് ചെയ്യാൻ വേണ്ടി മാസ് വീൽസ് തളിപ്പറമ്പിലേക്കാണ്. ആക്ച്വലി നമ്മുടെ ഗോവ റൈഡ് മോട്ടോവേഴ്സിൻ്റെ റൈഡിൻ്റെ സമയത്ത് തന്നെ വരേണ്ട വണ്ടിയിൽ 10,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 11,000-ൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ പണിയാവും. പക്ഷേ ഹിമാലയൻ്റെ അങ്ങനെ പറയാൻ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല. ആക്ച്വലി പ്രശ്നങ്ങളൊന്നുമില്ല. സെൻസർ ആണെങ്കിലും എന്താണെങ്കിലും ആകെ നമ്മൾ റൈഡിന് മുന്നേ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിലുണ്ടായിരുന്നത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ബേസിക് സർവീസും ചെയിൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. തേർഡ് സർവീസിൽ യൂഷ്വലി എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഹിമാലയൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരും. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ NH66 പയ്യന്നൂരിന്ന്. പക്ഷെ നമ്മൾ യൂഷ്വലി പോവുക മാതമംഗലം, പാണപ്പുഴ, ചുടല കയറുന്ന റോഡാണ്. ആ റോഡ് കുറച്ചുകൂടി നല്ലതാണ്, കുറച്ചുകൂടി ട്വിസ്റ്റിയാണ്, പക്ഷേ എന്നാലും നല്ല റോഡാണ്, നല്ല അടിപൊളി ടാർമാക്ക് റോഡാണ്. നമ്മുടെ ഹൈവേൻ്റെ പണി ഓൾമോസ്റ്റ് സെറ്റാണ് കേട്ടോ. ഈ ഒരു റൂട്ടിൽ ഞാൻ വിചാരിച്ച അത്രയും പ്രശ്നം, നമ്മൾ കുറേ ആയി ഇങ്ങോട്ടേക്ക് ഈ ഒരു റൂട്ടിൽ വന്നിട്ട്. പെട്ടെന്ന് എത്തുമല്ലോ തളിപ്പറമ്പിൽ. ഇന്നാണെങ്കിൽ വലിയ തിരക്കുമില്ല. ആക്ച്വലി മാസ് വീൽസിൽ ഇത് നമ്മുടെ രണ്ടാമത്തെ സർവീസാണ്. ഏറ്റവും ആദ്യം ചെയ്തത് നമ്മുടെ ഫസ്റ്റ് സർവീസ് ഉണ്ടല്ലോ 500 കിലോമീറ്റേഴ്സിൻ്റെ, അതാണ്. സെക്കൻഡ് സർവീസ് നമ്മൾ ചെയ്തത് ലഡാക്ക് റൈഡിൻ്റെ ഇടയിൽ സിസു എന്നാണ്. ഇതിപ്പോൾ നമ്മുടെ തേർഡ് സർവീസാണ്. സർവീസ് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, അതേപോലെ എത്ര കോസ്റ്റായി, എന്തൊക്കെ പാർട്സ് മാറ്റിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ മാസ് വീൽസ് തളിപ്പറമ്പ്. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, വണ്ടി ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു, നമ്മൾ രണ്ടാളും കൂടി തിരിച്ച് ഗറിലയിലേക്ക് പോകുന്നു. അതാണ് ഇന്നത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ. ഹലോ ഗായ്സ്, വണ്ടിക്ക് നൈസായിട്ട് പങ്ക്ചർ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് എനിക്ക് അറിയുന്നത്. ഇതാ ഇവൻ ആക്ച്വലി നമ്മൾ അറിഞ്ഞിട്ടൊന്നുമില്ല പങ്ക്ചർ കിട്ടിയത്. ഇവൻ എൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്ത സമയത്ത് നോക്കിയപ്പോഴാണ് ആ പങ്ക്ചർ കിട്ടിയ വിവരം അറിയുന്നത്. എനിക്കാണെങ്കിൽ ഇന്ന് കാർ ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട്. സോ ഹീൽ ഡ്രോപ്പ് മീ ടു ദ ഡ്രൈവിംഗ് ക്ലാസ് ആൻഡ് അതിൻ്റെ ഇദ്ദേഹം ഫിക്സ് ചെയ്യാൻ പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് റോയൽ എൻഫീൽഡ് പോകണം. ബൈ ദ വേ, നിങ്ങൾ പലരും അറിഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ലഡാക്ക് ആൻഡ് ഗോവ റൈഡിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് അടിച്ചു പോയി ഗൈസ്. ഹാർഡ് ഡിസ്ക് അടിച്ചു പോയിട്ടുണ്ട് ഗംഭീരമായിട്ട്. അതുകൊണ്ട് ടു ബി വെരി ഓണസ്റ്റ് എൻ്റെ അടുത്ത് വേറെ കണ്ടന്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പഞ്ചർ ഓടിച്ചിട്ട് വരാം. ഇവൻ ആയിരിക്കും വീഡിയോ എടുക്കുന്നത്, കാരണം എനിക്ക് ക്ലാസ് ഉണ്ട്. എന്നെ കൂട്ടാൻ വരണം ചേട്ടാ. ആലോചിക്കട്ടെ. ബൈ ബ്രോ. ഓക്കെ, ബൈ. ഫോണില്ലേ? പോട്ടാ. തിരിച്ചേ ടയർ പഞ്ചറാടാ. ട്യൂബ്ലെസ്സാ? ആണി കയറിയിട്ടുണ്ട്. സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ട്. നോർമല്. ഹലോ ഗൈസ്, വീട്ടിൽ കുറച്ച് പണിയൊക്കെ നടക്കുകയാണ്, അതിൻ്റെയാണ് ഈ മെസ്സ്. ബൈ ദ വേ, നമ്മുടെ ഹിമാലയൻ്റെ 10,000 കിലോമീറ്റേഴ്സിൻ്റെ സർവീസ് കഴിഞ്ഞു എന്നിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോവാണല്ലേ. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ മാതമംഗലം, പാണപ്പുഴ, ചുടല റോഡ്. ഇന്ന് നമ്മൾ ഹിമാലയൻ എടുത്തിട്ട് ഗറില അവിടെ സർവീസ് നോക്കാൻ പോവാണ്. ഗറിലയിൽ ആക്ച്വലി അത്യാവശ്യം പണിയുണ്ട്.
എൻ്റെ ഒരു അറിവിൽ ഞാൻ നോട്ടീസ് ചെയ്ത പണികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ ക്ലച്ച് ഫുള്ള് പിടിക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആവുന്നുണ്ട്. അതേപോലെ ഇടയ്ക്ക് സ്റ്റാർട്ടാവാനൊരു ബുദ്ധിമുട്ടുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ബാക്കിലുള്ള ബ്രേക്ക് ലൈറ്റ് കത്തുന്നില്ല. സെൻസർ ഇഷ്യൂ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോക്കിയിട്ട് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത്. പെട്രോൾ കുറവാണ്, പക്ഷേ ഇനി സർവീസ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവിടെ വെക്കാൻ പോവാണല്ലോ. ഹിമാലയൻ്റെ 10,000 കിലോമീറ്റേഴ്സിന് സർവീസ് കഴിഞ്ഞു. 2,535 രൂപയാണ് എനിക്ക് ആയത്. അവർ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കി നല്ല സ്മൂത്താണ്. ഗറില്ല 10,000 കിലോമീറ്റേഴ്സ് ആവുന്നേ ഉള്ളൂ. അതേപോലെ ഗറില്ലയിൽ അത്യാവശ്യം നല്ല പണികളും വന്നിട്ടുണ്ട്. അപ്പോൾ ഗറില്ലിൻ്റെ അപ്ഡേറ്റ് ഞാൻ പിന്നെ തരാം. ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ബാംബോ ഫ്രഷിൽ പോയിട്ടൊരു ചായയും കടിയും അത് നിർബന്ധമാണ്. ആ ചായ കുടിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചായക്ക് കൂടെ വരുന്ന ആൾക്കാരുടെ കമ്പനിയും. ആക്ച്വലി മഹേഷ് ഏട്ടൻ ഇവിടുത്തെ സെയിൽസ് മാനേജറാണ്. ഹീസ് എ റിയലി ഗുഡ് ഫ്രണ്ട് ഓഫ് us. ആക്ച്വലി വണ്ടി വരുൺ ഓടിച്ചു നോക്കി, വണ്ടി നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട്. ആക്ച്വലി ഹിമാലയൻ ഈസ് റിയലി സ്മൂത്ത്. എന്നോട് ആൾക്കാർ എപ്പോഴും ചോദിക്കലുണ്ട് ഗറില്ല എടുക്കണം ഹിമാലയൻ എടുക്കണം. അപ്പം ഞാൻ പറയും ഇഫ് യു ആർ ടോൾ ഇനഫ് ടു റൈഡ് ഹിമാലയൻ ഹാൻഡ്സ് ഡൗൺ യു ഷുഡ് ബൈ ഹിമാലയൻ. കാരണം അത്രയും സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ആണ് ആ വണ്ടി. ഗറില്ല സർവീസ് ഒക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗറില്ല എടുക്കാൻ പോവാണ്. ഞാനന്ന് ഹിമാലയൻ ഓടിക്കുന്നത്, എന്നിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. ആക്ച്വലി ഹിമാലയൻ ഭയങ്കര നല്ല വണ്ടിയാണ്. എനിക്ക് പക്ഷേ കുറച്ച് പേടിയാണ്, കാരണം അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട് ആ വണ്ടി. അപ്പോൾ വരുൺ പുറകിലിരിക്കാതെ ആ ഒരു ഹൈറ്റിൽ എനിക്ക് വണ്ടി ഓടിക്കാന്ന് പറയുന്നത് എനിക്ക് കുറച്ചൊരു സ്കെയറിയാണ്, കാരണം എനിക്ക് കാലൊട്ടും എത്തൂല. ഗറില്ല എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 ഹിമാലയൻ എടുക്കാം, എന്നിട്ട് ടയറിൻ്റെ സൈസും സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യും, അതേപോലെ സീറ്റൊക്കെ കുറച്ച് കാർവ് ചെയ്തിട്ട് എനിക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ഹൈറ്റിലുള്ള വണ്ടിയാക്കി എടുക്കാമെന്നാണ്. പിന്നെയാണ് ഞാൻ ഗറില്ല ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ വണ്ടി ഈസ് ലൈക്ക് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പോലെയാണ്. ഈവൻ ദോ കുറേ സെൻസർ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും വണ്ടി ആസ് ഇറ്റ് ഈസ് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നമുക്ക് ഗറില്ല എടുക്കാൻ പോവാം. നമ്മുടെ ഗറില്ല സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, 3rd സർവീസ്. കുറേ സെൻസറും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു. ഒബ്വിയസ്ലി അതൊക്കെ വാറണ്ടിയിൽ മാറ്റി. സ്പാർക്ക് പ്ലഗ് മാറ്റി. ആൻഡ് ഈ ഫസ്റ്റ് ജനറേഷൻ ഗറില്ലയിൽ ECU കോട്ടിംഗ് തരുന്നില്ല, അതുകൊണ്ട് തന്നെ ECU വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരതൊക്കെ കോട്ടൊക്കെ ചെയ്ത് സോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് വേറെ ബാക്കി ബേസിക് സർവീസൊക്കെ ചെയ്തു. എനിക്ക് ടോട്ടൽ ആയത് 3,000 റുപ്പീസാണ്. വണ്ടി ഓടിച്ച് നോക്കി, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഐ ആം ഹാപ്പി. ആക്ച്വലി ഗറില്ലയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. സെക്കൻഡ് ഗിയറിൽ ഓഫ് ആവുന്ന പ്രശ്നം മാറി. ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. വേറെ ആക്ച്വലി ECU വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ECU ആക്ച്വലി ഫസ്റ്റ് ജനറേഷൻ ഗറില്ല എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ECU ഒരു കോട്ടിംഗ് ഉണ്ട് യൂഷ്വലി എല്ലാ ബൈക്സിനും. അത് ഈ ഫസ്റ്റ് ജനറേഷൻ ഗറില്ലയ്ക്കില്ല. ഇനി വരുന്ന ജനറേഷനിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പം അവരതൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ട്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഭാഗ്യത്തിന്. ഇത്രയും മതിയല്ലോ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബൈ ഗൈസ്.